ഉണ്ടായിരുന്നു? ചെയ്ത് നോക്കിയായിരുന്നോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടാത്ത അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ? ഡിഗ്രി തമ്മി എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടോ? ഹലോ. ഗുഡ് ഈവനിങ്. മനസ്സിലാവാത്ത ഉണ്ടോ ഇന്നലെ പഠിപ്പിച്ചതുമല്ല? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആകാശം കൂടി വരാനുണ്ട്. നമുക്ക് 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആകാശം ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ചെയ്ത് നോക്കിയോ? എന്നിട്ട് എന്തായി, കിട്ടിയോ? നമുക്കെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡിബ് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാവാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എങ്കിൽ നമുക്ക് ഡിബ് വെച്ചിട്ട് തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി ഇന്ന് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ കുറച്ചും കൂടി വ്യക്തമാവും ഡിബ് എന്താണ്, എന്താണ് ഡിബ് വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ എല്ലാവരും വി എസ് കോഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇന്നും ഡിബ് തന്നെയാണ് പഠിക്കുന്നത്. സോ ഡിബിന്റെ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിബ് തന്നെ വേറൊരു രീതിയിലാണ്. ഡിബ് വെച്ചിട്ട് നമ്മളൊരു ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഒരുപാട് ബ്ലോക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഒന്നോ രണ്ടോ മൂന്നോ ക്രിയേറ്റ് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ H1 to H6 വരെ സ്റ്റൈൽ ചെയ്തപ്പോൾ നിങ്ങൾ H1 H2 മാത്രമേ സ്റ്റൈൽ ചെയ്തുള്ളൂ. ഇത് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഓക്കെ. HTML കൊടുക്കുക. നമ്മൾ ആദ്യമേ ഡിബാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മെയിൻ ഡിബ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ആ ഡിബിന് ക്ലാസ്സിൽ ഞാനൊരു പേര് കൊടുക്കുവാണ്, മെയിൻ ഡിബ്. എൻ്റെ ഫസ്റ്റ് ഡിബിന് ഞാൻ മെയിൻ എന്ന് പേര് കൊടുത്തു. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡിബ്. എന്നിട്ട് ഈ ഡിബിനുള്ളിൽ ഞാൻ അടുത്തൊരു ഡിബ് കൊടുക്കുവാണ്. ഡിബ് ക്ലാസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് ഞാനൊരു ഡിബ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ 2 ഡിബ് ക്രിയേറ്റ് ചെയ്തു, ഡിബ് മെയിനും ഡിബ് എയും. ഓക്കെ. ഇനി ഞാൻ ഇതിന് സ്റ്റൈൽ ചെയ്യുവാണ്. ഡോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. കാര്യം ഫസ്റ്റ് ഡിപ്പിന്റെ ക്ലാസ്സിന്റെ പേര് മെയിൻ എന്നാണ്. സോ ഞാൻ മെയിൻ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ സ്റ്റൈൽ കൊടുക്കും. ഒരു ഒരു ഡിഫോൾട്ട് വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുക, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ഒരു ഡിപ്പാണെന്ന് അറിയിക്കാൻ വേണ്ടി കൊടുക്കുവാണ്. അപ്പൊ ഞാനൊരു ഹൈറ്റ് കൊടുക്കുക, 500 px എന്ന് പറഞ്ഞൊരു ഹൈറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ വിഡ്ത്തും കൊടുക്കുവാണ്. 500 px വിഡ്ത്ത് ഞാൻ കൊടുക്കും. എന്നിട്ട് ഇത് മെയിൻ ഡിപ്പാന്ന് അറിയിക്കാൻ വേണ്ടി ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. സേവ് ചെയ്തു, റൺ ചെയ്യുവാണ്. നിങ്ങളിപ്പോ ചെയ്യേണ്ട, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇന്നലത്തെ പോലെ ആ ഒരു സെന്റർ സ്റ്റാൻഡ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ 500 px ലെങ്ത് 500 px വിഡ്ത്തുമായിട്ടൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തു.
ഇതാണ് എന്റെ ഫസ്റ്റ് ഡിവ്, ഇതാണ് എന്റെ മെയിൻ ഡിവ്. ഈ ഡിവിന്റെ അകത്ത് എനിക്ക് ഒരുപാട് ഡിവിന് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് ഒരുപാട് ഡിപ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതിനുള്ളിലായിട്ട് ഒരുപാട് ഡിവിന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് അടുത്ത ഡിവിന് എന്റെ ഡിവിന് പേര് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഡിവിന് ഞാൻ അടുത്ത സ്റ്റൈൽ കൊടുക്കുവാണ്. ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ് കൊടുത്തു. അതുപോലെ തന്നെ ഹൈറ്റ് ഞാൻ ആദ്യത്തെ എന്റെ മെയിൻ ഡിവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 500 ഞാൻ ഈ രണ്ടാമത്തെ ഡിവ് എന്ന് പറയുമ്പോൾ ആ മെയിൻ ഡിവിന്റെ ഉള്ളിലല്ലേ വരണ്ട, സോ ഞാൻ 450 കൊടുത്തു. അതുപോലെ തന്നെ ഒരു വിട്ടും അതുപോലെ തന്നെ ഞാൻ 450 തന്നെ കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് കുറച്ചും കൂടി ഡിവ് വേണം. അതിന് നമ്മൾ ഇതിനുള്ളിൽ അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എ ഡിവിനുള്ളിൽ ഞാൻ വീണ്ടും അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് ഇതിനുള്ളിൽ അടുത്ത ഡിവ് വരാൻ വേണ്ടിയിട്ടാണ് ഡിവ് ക്ലാസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ബിക്കുള്ളിൽ ഞാൻ അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഡിവ് ക്ലാസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന അടുത്ത ഡിവിന് ഞാൻ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഈ സിക്കുള്ളിൽ ഞാൻ വീണ്ടും അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഡിവ് ക്ലാസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞ അടുത്ത ഡിവ് ക്രിയേറ്റ് ചെയ്തു. ഒരു ഡിവും കൂടി ഞാൻ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എത്ര ഡിവ് ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും ഡിവ് ഈ ക്ലാസ്സിന്റെ ഓരോ ഡിവിന്റെ ഉള്ളിലായിട്ട് ഈ ഡിവ് ക്രിയേറ്റ് ആവും. ഓക്കെ, ക്ലോസ് ചെയ്തു. അപ്പൊ എനിക്ക് ഇത്രയും ഡിവ്സ് ഉണ്ട്. ഈ ഇത്രയും ഡിവ്സിനെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. ബി എന്നാണ് എന്റെ അടുത്ത ഡിവിന്റെ വേണ്ടി ഞാൻ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ 300 കൊടുക്കുവാണ്. 300 എക്സ് കൊടുക്കണം. ഞാൻ നേരത്തെ എക്സ് കൊടുക്കാൻ പറ്റുന്നത്. ഇതും അതുപോലെ ഞാൻ 300 ഇനി അടുത്ത എന്റെ സി എന്ന് പറയുന്ന അടുത്ത ഞാൻ വെച്ചു. എന്നിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ബ്ലൂ കൊടുക്കുവാണ്. എന്നിട്ട് ഒരു ഹൈറ്റ് 350 കൊടുക്കാം. ഇവിടെ 400. ഒരു ഭംഗി വേണമല്ലോ കാണാൻ. അപ്പൊ നമ്മൾ കറക്റ്റ് ആ ഒരു ലെങ്തി കൊടുക്കൊണ്ട് നമുക്ക് അതനുസരിച്ചുള്ള ഭംഗി. വിട്ട് ഞാനിപ്പോ 450. ഒരു ഡിബിനുള്ളിൽ വേറെ വേറെ ഡിബായിട്ട് പല കളറിലും പല ഹൈറ്റിലും വിട്ടിലുമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അടുത്ത് ഞാൻ ഡോട്ട് ഡി വിളിച്ചു. അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു. യെല്ലോ കൊടുക്കുക. എന്നിട്ട് അതിനൊരു ഹൈറ്റ് 350 കൊടുക്കുക. വിട്ടും 300. ഇത് ഞാൻ ഇത്ര ആദ്യം ഒന്ന് റൺ ചെയ്ത് കാണിച്ചു ഒരു ഔട്ട്പുട്ടിന് വേണ്ടി. കണ്ടോ, ഇപ്പൊ എന്റെ ഓരോ ഡിബിനുള്ളിലായിട്ട് എനിക്ക് ഓരോന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തന്നെ അകത്തുള്ളിലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത്രയും ഞാൻ ക്രിയേറ്റ് ചെയ്തു, ബാക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആകാശ്, മനസ്സിലായോ? കോഡ് കാണിച്ചു തരാം. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണേ. നിധിക്ക് മനസ്സിലായോ? നിധി ചെയ്യുന്നുണ്ടോ? അനീഷ, ഓക്കെ ഓക്കെ, ചെയ്തോളൂ. നമ്മളൊരു ഡിബിനുള്ളിൽ പല ഡിപ്സിനെ ക്രിയേറ്റ് ചെയ്യുവാണ്.
ഇതാണ് എന്റെ കോഡ്. ഓക്കെ. സ്റ്റൈലൊക്കെ വെരി സിമ്പിൾ ആണ്. നമ്മൾ ഒരു സ്റ്റൈൽ തന്നെയാണ് ഓരോന്നിനും കൊടുക്കുന്നത്. അതായത് ആദ്യം നമുക്ക് ഏറ്റവും വലിയ ടിപ്പിന് നമ്മൾ 500 കൊടുത്തെങ്കിൽ അതിന്റെ ചെറുതിന് നമ്മൾ 450 കൊടുത്തു, പിന്നെ അതിന്റെ ചെറുതിന് 400 കൊടുത്തു, പിന്നെ അതിന്റെ ചെറുതിന് 350, അങ്ങനെ പോകും. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ കൊടുത്തേ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഒരു ടിപ്പ്, അതായത് എന്റെ മെയിൻ ടിപ്പിന്റെ ഉള്ളിലാണ് ഇത്രയും ടിപ്സ് വരുന്നത്. അതില് മെയിൻ ടിപ്പ് കഴിഞ്ഞ് എനിക്ക് എ ടിപ്പ് വരണം, അത് കഴിഞ്ഞ് ബി ടിപ്പ് വരണം, പിന്നെ സി ടിപ്പ് വരണം, അങ്ങനെ ചെയ്യണം. ഓക്കെ. അങ്ങനെ 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 ഓരോന്ന് ചെയ്ത് ഉള്ളിലാക്കി വളരെ കളർഫുൾ ആയിട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ടാസ്കിൽ നിങ്ങൾക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനിലുള്ള ഒരെണ്ണമാണിത്. ഡിവ് ബോക്സ്. ഓക്കെ, ചെയ്തോളൂ. ഞാനും ചെയ്യാം. കിട്ടിയിട്ട് എന്നെ ഇപ്പൊ തന്നെ പ്രസന്റ് ചെയ്ത് കാണിക്കണം. ഇതൊക്കെ നിങ്ങൾ ഫ്രണ്ട് ഓരോ വെബ്സൈറ്റ് ക്രിയേറ്റീവ് ടിപ്സ് ഒക്കെ അറിഞ്ഞാൽ നല്ലതാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതുപോലെ എന്ത് കാര്യം വന്നാലും ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. അനീഷ ചെയ്യും. ഓക്കെ. പ്രസന്റ് ചെയ്ത് കാണിക്കുന്നില്ല.
ആകാശ്. ആ മതി മതി. ഒരു ഭംഗി കാണണേ. ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കണേ. ഓക്കെ ഓക്കെ. നിധി. ഇങ്ങനെ എനിക്ക് ഫൈൻ. അതെ, ഇങ്ങനെ തന്നെ വരും. കളർ ഇത് തന്നെയാണെന്നില്ല. കളർ വേറെ, പക്ഷെ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോ ലൈവായിട്ടാണ് കോഡ് ചെയ്തത്. അനീഷ പ്രസന്റ് ചെയ്യും. അനീഷ. ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ അത് ചെയ്ത് ഇത് തന്നെ വേറെ രീതിയിൽ എങ്ങനെ ചെയ്യും കാണിച്ചു തരാം.
ഈ ഒരു ലുക്ക് നിങ്ങൾ ചെയ്യുക, ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് വെക്കുക, ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടുക. നെക്സ്റ്റ് ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്യാൻ പറ്റും. കാരണം ഇത് തന്നെ നമുക്ക് സർക്കിൾ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂടി നോക്കണം. ജസ്റ്റ് ഒന്ന് അതും കൂടി നോക്കാം. നിങ്ങൾ ആദ്യമേ സ്ക്വയർ ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് സർക്കിൾ ആക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് രണ്ട് കാര്യങ്ങൾ പഠിക്കും. ബോർഡർ റേഡിയസ് 50% കൊടുത്താൽ മതി. ചെയ്തോ? ആകാശ് ഒന്ന് പ്രസന്റ് ചെയ്ത്. ഓക്കെ, വെരി ഗുഡ് ആകാശ്, കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആകാശ് ഇത് തന്നെ ഉണ്ടല്ലോ, ബോർഡർ റേഡിയസ് 50% കൊടുത്തിട്ടൊന്ന് ശരി, ഇത് ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ബോർഡർ റേഡിയസ് 50% എല്ലാത്തിനും ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇടുക. എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കിയേ. അതെ, ബോർഡർ ഞാനിപ്പോ ചെയ്യുന്നുണ്ട്, ബോർഡർ റേഡിയസ് 50%. അതായത് നമ്മൾ സർക്കിളിലാക്കിയില്ലേ കഴിഞ്ഞ ദിവസം, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് നമ്മളിപ്പോ കൊടുത്ത സ്ക്വയറിന് ജസ്റ്റ് സർക്കിൾ ആക്കുക. അപ്പൊ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. സർക്കിൾ ആയിട്ട് കിട്ടില്ല, ജസ്റ്റ് വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദേ, ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം വെച്ചിട്ട് നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. നമ്മള് അത് തന്നെ സർക്കിൾ രീതിയിലും ആക്കി, അതുപോലെ തന്നെ സ്ക്വയർ രീതിയിലും ക്രിയേറ്റ് ചെയ്തു ഡിവ്സ് വെച്ചിട്ട്. ഇതെല്ലാം നമ്മൾ ഡിവ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ടെക്സ്റ്റ് ഒന്നും ഇല്ല, ഡിവ് സ്റ്റൈൽ ചെയ്യുക, ഒരു ഹൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്ത് അതിന് ജസ്റ്റ് സ്റ്റൈൽ ചെയ്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബ്ലോഗ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു ഇതിൽ കുറച്ച് ഇമേജസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നിധി, നിധി ലെഫ്റ്റ് ആണല്ലോ, എന്ത് പറ്റി? ഓക്കെ ആകാശ്, ഞാൻ കണ്ടു. ഓക്കെ, അനീഷ, അനീഷയ്ക്ക് കിട്ടിയോ? ഒന്നും വന്നില്ലേ? അതെന്ത് പറ്റി? ഞാൻ കോഡ് ഒന്നുകൂടി കാണിച്ചു തരാം, നോക്കി ചെയ്തേ. അനീഷ ഇപ്പോഴേ ഇരിക്കുന്നത് അനീഷയുടെ ഔട്ട്പുട്ട്. അതൊന്ന് ബ്ലാങ്ക് സേവ് ചെയ്തായിരുന്നോ കൺട്രോൾ സെറ്റ്?
കറക്റ്റ് ഫയൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്, എന്നിട്ട് കിട്ടുന്നില്ലേ? ഓക്കെ. എല്ലാ ഡിബിനും ക്ലോസിംഗ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ഒന്ന് താഴോട്ടാക്കിയേ. ഏറ്റവും ലാസ്റ്റ് കാണിച്ച്. അതെ, കളർ വേറെ കൊടുക്കണേ. എന്നാലും എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നു പറയുമ്പോഴത്തേക്കും അതെനിക്ക് കളർ പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആ, ഇനി ഒന്ന് റൺ ചെയ്തേ. തെറ്റൊന്നും ഇല്ല, എറർ ഒന്നും ഇല്ല. ഇപ്പൊ എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടണം. ഒന്ന് റൺ ചെയ്തേ. കളർ അല്ല, ബാക്ക്ഗ്രൗണ്ട് കളറാ കൊടുക്കേണ്ടത്. അനീഷ, ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് കളറാ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോണ്ടിന്റെ കളറാ. ഓക്കെ. ഫോണ്ട് അവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇത്ര ഔട്ട്പുട്ട് കിട്ടാതിരുന്നത്. ഫോണ്ട് അവിടെ ഇല്ല. ഇപ്പൊ ഒരു ഒരെണ്ണത്തിന്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോ എന്ന്. സേവ് ചെയ്യുക, ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. കണ്ടില്ലേ, ഇപ്പൊ കിട്ടിയില്ലേ? ഓക്കെ. അതുപോലെ എല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ ആക്കി ഫോട്ടോ എടുത്തതിന് ശേഷം ബോർഡർ റേഡിയസ് 50% കൊടുക്കുക. കളർ നമ്മൾ കൊടുക്കുന്നത് ഫോണ്ടിനാണ്, ഇനി അത് മറക്കല്ലേ. ഓക്കെ അനീഷ, അത് ചെയ്തോ. പോട്ടെ. ഫോട്ടോ എടുത്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ.
ഓക്കെ, നമുക്കിനി ഒരു ഇമേജിനെ എങ്ങനെ അലൈൻ ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ഇമേജിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം ഒരു മെയിൻ ഡിപ്പ് കൊടുത്തു. മെയിൻ ഡിപ്പ് കൊടുക്കുവാണ്, എം ഡിബ് എന്ന് പറഞ്ഞൊരു ഡിബ് കൊടുത്തു. എന്നിട്ട് ആ ഡിബിന് ഞാനൊരു സ്റ്റൈൽ കൊടുക്കുക. എന്നിട്ട് ആ ഡിബിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ബ്ലാക്ക് തന്നെ കൊടുത്തു. എന്നിട്ടൊരു ഹൈറ്റും വിഡ്ത്തും കൊടുക്കുക. ഹൈറ്റ് ഞാനിപ്പോൾ ഒരു 900px കൊടുക്കാം. അതുപോലെ തന്നെ വിഡ്ത്തും 900 തന്നെ കൊടുക്കണം. ഇതിനുള്ളിൽ എനിക്ക് കുറച്ച് ഇമേജസിന് എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം. അതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഇമേജ് ഡിപ്പ്. അപ്പൊ എനിക്കിതിന്റെ വിഡ്ത്ത് കുറച്ച് കൂട്ടി കൊടുക്കാം, ഹൈറ്റ് കുറച്ച് കൊടുക്കാം. നമുക്ക് വേണ്ട അളവിൽ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തു. അതായത് ഞാൻ വിഡ്ത്ത് കൂട്ടി കൊടുത്തു, ഹൈറ്റും കൂട്ടി കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ ഒരു ഡിബിന് ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് വിഡ്ത്ത് 100% കൊടുത്തു നോക്കാം. ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ കവർ ചെയ്ത് നിൽക്കും ഫുള്ളായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിലാണ് കുറച്ച് ഇമേജസിന് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി ഒരു ഇമേജേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ആ ഒരു ഇമേജ് തന്നെ ഒരു 2-3 പ്രാവശ്യം എൻ്റർ ചെയ്യുക. അതായത് ഈ ഡിബിനുള്ളിൽ വേണം എൻ്റർ ചെയ്യാനായിട്ട്. ഇമേജിനെ ഞാനിവിടെ എൻ്റർ ചെയ്യുവാണ്. ഞാനപ്പോൾ ആ ഇമേജിന് ഈ ഡിബിനുള്ളിൽ കൊണ്ടുവച്ച് എനിക്ക് എന്നിട്ട് ഈ ഇമേജിന്റെ ഹൈറ്റും വിഡ്ത്തും കുറച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, താഴെ വന്നിട്ട് IMG എന്ന് പറഞ്ഞ പുതിയൊരു ടാഗ് സ്റ്റൈൽ ചെയ്യണം. എന്നിട്ട് ഇമേജിന് ഞാനൊരു ഡിഫോൾട്ട് ആയിട്ട് ഒരു ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഹൈറ്റ് ഞാനൊരു 80px 100px കൊടുത്തു. ഇല്ല, ഇമേജ് എന്ന് പറയുന്ന ഒരു ടാഗാണ്. ആ ടാഗിനെ നമ്മൾ ഡയറക്റ്റ് വിളിച്ചാൽ മതി. നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോഴത്തേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ട് വെച്ചിട്ട് ക്ലാസിന്റെ പേര് കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് ഡോട്ട് വെച്ചിട്ട് വിളിച്ചാൽ മതി. അല്ലാത്ത കേസിൽ ടാഗിനെ ആണെങ്കിൽ ഇപ്പോൾ H1 ഒരെണ്ണമേ ഉള്ളെങ്കിൽ ആ ഒരെണ്ണത്തിന് H1 വെച്ചിട്ട് തന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെടുത്ത് ഡിബിലിടുന്നത്. ഓക്കെ, ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇമേജിന് വെച്ചു. ആ ഇമേജിന് ഞാനൊരു ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്ത് കൊടുത്തു. 80px കൊടുത്തു. വിഡ്ത്തും കൊടുത്തു. സേവ് ചെയ്തു. അപ്പൊ ആ ഇമേജ് എനിക്ക് എന്റെ ഫസ്റ്റ് ഇവിടെ ആദ്യം ഞാൻ കുറച്ചും കൂടി വലുതാക്കി കൊടുക്കുവാണ്.
എനിക്ക് ഒരുപാട് ഇമേജ് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ആ ഇമേജ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഈ ഇമേജ് തന്നെ, കാരണം എനിക്ക് ഒരു ഇമേജേ ഉള്ളൂ. അപ്പൊ ആ ഇമേജ് തന്നെ ഞാനൊരു 4 പ്രാവശ്യം കൊടുക്കും. നിങ്ങൾ പല ഇമേജ് കൊടുക്കണേ. എനിക്കിപ്പോ വേറെ ഇമേജ് എടുക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഇമേജ് തന്നെ കോപ്പി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ കൊടുത്ത ആ ഇമേജ് എനിക്ക് നേരെ നേരെ കണ്ടോ? നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയോ? ഓക്കെ, ചെയ്ത് നോക്കൂ. എന്താ? അതെ, മെയിൻ ഡിബിന്റെ ഉള്ളിലാണ് ഇമേജ് ആഡ് ചെയ്യുന്നത്. മെയിൻ ഡിബിനുള്ളിൽ എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യാനാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ ഡിബിനുള്ളിൽ കുറച്ച് ഇമേജസ് ആഡ് ചെയ്യുക, എന്നിട്ട് റൺ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് അത് ആ ഡിബിനുള്ളിൽ കറക്റ്റ് ആയിട്ട് അലൈൻ ആവുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ പുതിയതായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തു. ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഫ്ലെക്സിന് കുറെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ആ പ്രോപ്പർട്ടി എല്ലാം കൂടി നമുക്ക് ഈ ഡിസ്പ്ലേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഫ്ലെക്സ് കൊടുത്തതിന്റെ കൂട്ടത്തിൽ തന്നെ ഫ്ലെക്സ് റോ കൊടുത്തു. അതായത് എനിക്ക് റോ വൈസ് എന്റെ ഇമേജിനെ കാണാൻ വേണ്ടിയിട്ടാണ് റോ കൊടുത്തത്. നെക്സ്റ്റ് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്ററും അലൈൻ ഐറ്റം സെന്ററും കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാല് എന്റെ ഇമേജിനെ എനിക്ക് സെന്ററിലേക്ക് കാണണം. അതായത് എന്റെ ഈ ഇമേജ് ആദ്യം ഞാൻ വെച്ചപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണ്ട, പകരം ഈ സെന്ററിൽ വരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ സെന്ററിൽ കൊടുത്തപ്പോൾ എനിക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് അലൈൻ ഐറ്റം സെന്റർ കൊടുത്തപ്പോൾ എനിക്ക് സെന്ററിൽ കിട്ടി. സെന്ററിൽ മാത്രം പോരാ, എനിക്ക് ഈ ഇമേജിന് ഓരോന്നിനും ഗ്യാപ്പ് വേണം. സോ ഞാൻ അതിന് ഗ്യാപ്പ് 20px കൊടുത്തു. നിങ്ങൾ ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗ്യാപ്പും ജസ്റ്റിഫൈ കണ്ടന്റും അലൈൻ ഐറ്റംസും കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഫ്ലെക്സ് കൊടുത്തതിന് ശേഷമേ ഇത് വർക്ക് ചെയ്യത്തുള്ളേ. ഓക്കെ, വളരെ സിമ്പിൾ ആണിത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയാൽ മതി, നല്ലോണം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ എന്റെ ഇമേജിന്റെ ഗ്യാപ്പ് കൂട്ടി. അപ്പൊ ഇമേജിൽ ഇരുന്ന ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ ഇമേജിൽ ഞാൻ ബോർഡർ റെഡ്യൂസ്, എനിക്ക് വട്ടത്തിൽ മതി എന്റെ ഇമേജ്. കണ്ടോ? എന്റെ ഇമേജിനെ ഞാൻ ഇങ്ങനെ ആക്കി മാറ്റി. ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആകാശ്, നിധി പോയി, അനീഷ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എന്റെ ഇമേജിന് ബോർഡർ കൊടുക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം.
പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പോരാ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ നോക്കണം. ഇങ്ങനെ ചെയ്താൽ എന്ത്, അങ്ങനെ അങ്ങനെ നോക്കി നോക്കി നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡിലാണ് കഴിവെങ്കിൽ പറയാൻ പറ്റില്ല, ഫ്രണ്ട് എൻഡിലായിരിക്കും കഴിവ്. നിങ്ങളുടെ കഴിവ് ഫ്രണ്ട് എൻഡിലാണോ ബാക്ക് എൻഡിലാണോ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഇമേജിന് ഒരു ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ H1 ഇമേജസ് എൻ്റെ ഡിപ്പിനുള്ളിൽ ഈ കൊടുക്കാം. ആകാശ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ, കാണിക്കാം കാണിക്കാം. ഓക്കെ, ആ കാണിക്കാം. ഓക്കെ. ജസ്റ്റിഫൈ അലൈൻ കൊടുക്കുന്നത് നമ്മൾ സെന്ററിൽ ആ ഡിപ്പിന്റെ നടുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിഫൈ കണ്ടന്റും അലൈനായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇത് ചുമ്മാ കൊടുത്താൽ കിട്ടിയില്ല, ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ജസ്റ്റ് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്താൽ മാത്രമേ കിട്ടൂ ജസ്റ്റിഫൈ കണ്ടന്റും അലൈനായിട്ടും ഗ്യാപ്പും. അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണേ. ടെക്സ്റ്റുകൾക്ക് മാത്രമല്ല, ഡിപ്പിനുള്ളിലെ എല്ലാ കാര്യങ്ങൾക്കും ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുന്ന സെന്ററിൽ വരാൻ വേണ്ടിയിട്ടാണ്. അലൈനായിട്ടും ജസ്റ്റിഫൈ കണ്ടന്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോ ആ ഇമേജിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ജസ്റ്റിഫൈ കണ്ടന്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഐറ്റംസ് ആണെങ്കിൽ ഐറ്റം. ഓക്കെ, ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ അടുത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗ്യാപ്പും കൊടുക്കണം. ഗ്യാപ്പ് ആകുമ്പോഴുള്ള ഗ്യാപ്പ്
അതെ, അത് തമ്മിലുള്ള ഗ്യാപ്പിനാണ് നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നത്. കണ്ടന്റ് സെന്റർ വരാൻ കണ്ടന്റും ഐറ്റം സെന്റർ വരാൻ ഐറ്റം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ കോഡെല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കുഴപ്പമില്ലെങ്കിൽ നെക്സ്റ്റ് ആയിക്കോളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വരുന്നത് നെക്സ്റ്റ് വീക്കാണ്. അപ്പോൾ നമ്മൾ ഫോംസും ജാവാസ്ക്രിപ്റ്റും ബൂട്ട്സ്ട്രാപ്പും പഠിക്കും. ഓക്കെ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ.